സുഹൃത്തുക്കളെ, എനിക്കൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. നമ്മളെ വീട്ടിലേക്ക് പോണ ഒരു വഴിയാണ്. വഴിയെന്ന് പറയണോ, തോടെന്ന് പറയണോ, പുഴ എന്ന് പറയണോ എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. ഒന്ന് കണ്ടു നോക്കി. നമുക്ക് പോവാനുള്ള വഴി കേട്ടോ. അടിപൊളിയല്ലേ? ഇവിടെ ബൈക്കുമ്പോൾ പോകുന്നവരെന്നെ എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ പിന്നെ നടന്നു പോകണ അവസ്ഥ കാണണ്ടേ. ഇലക്ഷനുകൾ പലതും കഴിഞ്ഞു. അടുത്ത ഇലക്ഷനിൽ റെഡിയാക്കാം, അടുത്ത ഇലക്ഷൻ റെഡിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോൾ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. വോട്ട് വാങ്ങാൻ നേരത്ത് ഓരോരോ കാര്യങ്ങൾ പറയുന്നു. പിന്നെ യാതൊരു അഡ്രസ്സില്ല. ഇങ്ങനെയുള്ള ചളിയിലൊക്കെ ചവിട്ടിയിട്ട് വേണം ഇവിടെ മദ്രസയിലും സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ പോകാനുള്ള വഴിയാണിത്. കണ്ടോ? പിന്നെ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുളത്തിലേക്കുള്ള പൈപ്പാണ്. നമ്മുടെ പൈപ്പ് വഴിയാണ് വെള്ളം ധാരധാരയായിട്ട് ഈ കുളത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. മഴവെള്ളത്തിന് പുറമെ ഇവിടേക്ക് ജലമെത്തുക എന്ന ഒരു പ്രത്യേക ഡ്യൂട്ടിയാണ് ഈ പൈപ്പ് നിർവഹിക്കുന്നത്. വോട്ട് ചോദിച്ചു വരിക, അതോടൊപ്പം ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകുക, അത് കഴിഞ്ഞ് അവരുടെ കാര്യം കഴിഞ്ഞ് തിരിച്ചു പോവുക. അതാണ് ഇവരുടെയൊക്കെ പ്രധാന ഒരു ഹോബി എന്ന് പറയുന്നത്. ഒക്കെ മാറി മാറി ഇങ്ങനെ വന്നല്ലാണ്ടേ ഞമ്മക്ക് ഭരണം കൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടായിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ നാട്ടുകാരെ മൊത്തം ഒരു പ്രശ്നമാണ്. നമുക്ക് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യമല്ല. പ്രതികരിക്കാൻ ആരും ഉണ്ടായിട്ടും കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. കുറേ വട്ടം പലരോടും ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുള്ളവരൊക്കെ ചർച്ച ചെയ്തതാണ്. എന്നിട്ട് യാതൊരു മാറ്റവും. അപ്പോൾ ഇതാണ് നമ്മളെ അവസ്ഥ. നാട്ടിലെ വഴി, വീട്ടിലേക്കുള്ള തോട് എന്ന് പറഞ്ഞ മാതിരി ഇതാണ് നമ്മളെ അവസ്ഥ. ആരോട് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ലാത്ത ഗതിയിലാണ്. അപ്പം ആരെങ്കിലും അധികാരികളെ അടുത്തെത്തുമെന്ന് വിചാരിക്കണോ, ഇതിനൊരു പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു.